ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ദാ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റുകൾ മീൻസ് പാരലൽ ആയിട്ടുള്ള ഇൻഫിനിറ്റ് ലൈൻ ചാർജസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈൻ ചാർജസ് ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു ലൈൻ ചാർജ് ആണ്, അതൊന്നും കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ ചാർജ് എടുക്കുകയാണ്. സോ ഇതൊരു ലൈൻ ചാർജ് ആണ്. അതുപോലെ ഇതും മറ്റൊരു ലൈൻ ചാർജ് ആണ്. ഇതിൻ്റെത് ലാംഡയും ഇതിൻ്റെത് മൈനസ് ലാംഡയുമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവ തമ്മിൽ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് 2r എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ലൈൻ ചാർജ്, ഇത് സെക്കൻഡ് ലൈൻ ചാർജ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന ഈ വാല്യൂ എത്ര, ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ബൈ 2πε0 r ആണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ്, അതായത് ലാംഡയും മൈനസ് ലാംഡയും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉള്ള രണ്ട് ലൈൻ ചാർജുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകളും ഈക്വൽ ആയിരിക്കും. കാരണം രണ്ടിൻ്റെയും ചാർജ് ഡെൻസിറ്റീസ്, ലീനിയർ ചാർജ് ഡെൻസിറ്റീസ് എന്ന് പറയുന്നത് രണ്ടും സിമിലർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം E1ഉം E2ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. E1ഉം E2ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ സെന്ററിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും സമ്മാണ്, E1 പ്ലസ് E2. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ രണ്ടും പോകുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. E1ഉം E2ഉം റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് രണ്ടും പ്ലസ് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അല്ലേ. ഓൾറെഡി നമുക്കറിയാം E1ഉം E2ഉം ഈക്വൽ ആയതുകൊണ്ട് E0 = നമുക്ക് എന്തെന്ന് എഴുതാം, 2E1 എന്ന് എഴുതാം. ഓക്കെ, 2E1 നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2E1, അതായത് E1 പ്ലസ് E2 ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ E1 ഈക്വൽ ടു E2 എന്ന് പറയുന്നത് ലാംഡ ബൈ 2πε0 r ആണ് അല്ലേ. രണ്ടേ വാല്യൂ സെയിം ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ 2πε0 r. 2ഉം 2ഉം എന്ത് ചെയ്ത് പോവും, ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. ബാക്കി എന്തുണ്ട് ഇവിടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ള എന്തുണ്ട്, πε0 r എന്നുണ്ടല്ലേ. ഇതാണ് ന്യൂട്ടൺ പെർ കൂളൂം. ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലോണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇവിടുത്തെ മിഡ് പോയിന്റ് ഉള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലാംഡ ബൈ πε0 r ആണ് ഇവിടുത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നല്ലപോലെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇത് നമുക്ക് എക്സാംസിന് ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ പറയുകയാണ്. എന്താണ് ഇക്വേഷൻ വന്നത്, ലാംഡ ഡിവൈഡഡ് ബൈ πε0 r എന്ന് പറയുന്നതാണ് ഇക്വേഷൻ, ന്യൂട്ടൺ പെർ കൂളൂം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ലോണം വർക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഓയിൽ ഡ്രോപ്പ് ഈസ് ഫൗണ്ട് ഫ്ലോട്ടിംഗ് ഫ്രീലി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ, ദ പ്ലേസ് ബീങ് ഹൊറിസോണ്ടൽ ആൻഡ് ലോവർ പ്ലേറ്റ് ക്യാരിയിങ് എ ചാർജ് പ്ലസ് Q, ദ ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് A. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം, ഇത് എങ്ങനെയാണ് എന്നുള്ളത് പിക്ചറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റർ വരയ്ക്കുകയാണ്. ഓക്കെ, രണ്ട് പ്ലേറ്റുകൾ വരയ്ക്കുന്നു. ഇങ്ങനെ എടുക്കുന്ന റീസൺ അറിയാം, ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് പ്ലേറ്റ് എടുത്തു, എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെന്താണ് ലോവർ പ്ലേറ്റ് ക്യാരി ചെയ്യുന്നത് പ്ലസ് Q ചാർജ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് പ്ലസ് Q ചാർജ് ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, മൈനസ് Q ചാർജ് ആണ്. ഇതിന്റെ പ്ലേറ്റ് ഏരിയ തന്നിട്ടുണ്ട്, A ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഇവയുടെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ D എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇതിന്റെ നടുക്കാണ് ഒരു ഓയിൽ ഡ്രോപ്പ് നിൽക്കുന്നത്. ഈ ഓയിൽ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫ്ലോട്ടിംഗ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും, ഈ ഒരു ഓയിൽ ഡ്രോപ്പ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഇങ്ങനെ ഓയിൽ ഡ്രോപ്പ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനൊരു വെയിറ്റ് ഉണ്ടാകും, അതെന്തായിരിക്കും, mg ആയിരിക്കും അല്ലേ. ഇനി ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യത്തുള്ളൂ അല്ലേ. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും, ഇവ തമ്മിൽ ബാലൻസ് ആവുന്നുണ്ട്. ഏതാണ്, F = mg ആകുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് ഫ്ലോട്ട് ചെയ്യുന്നത്. Fഉം mgയും ഈക്വൽ ആകണം അല്ലേ. ഇവിടെ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്, ചാർജിന്മേൽ കൊടുക്കുന്നത് ഇവിടത്തെ
ഫീൽഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഫിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, എം ജി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു എം ജി. നമുക്ക് വേണ്ടത് ഈ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് ആണ് വേണ്ടത് അല്ലേ. ചാർജ് ഓൺ ദ ഓയിൽ ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എം ജി ബൈ ഇ എന്ന് എഴുതാം അല്ലേ. ഇ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളവിടെ കൊടുക്കാം. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ സിഗ്മ എപ്സിലോൺ 0. ഓക്കെ, ഇനി നമുക്ക് സിഗ്മയ്ക്കും വാല്യൂ അറിയാം. സിഗ്മ ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എം ജി എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ക്യൂ ഇൻറ്റു എ. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എം ജി എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ക്യൂ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഈ ഇക്വേഷൻ ഓയിൽ ഡ്രോപ്പിന്റെ ഈ ഒരു ഇക്വേഷൻ ബോർഡ് എക്സാമിന് ഉൾപ്പെടെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 4 കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. 4, 6, 5, 3 മൈക്രോഫാരഡ്. ഇവ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു 150 വോൾട്ട് സോഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം ഏതിൽ, ഇൻ വോൾട്ടിൽ അക്രോസ് ദ 5 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാലോ ഇത് സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1 ബൈ സി ഈക്വലന്റ് അല്ലെ, ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് 1 ബൈ C4. ഓക്കെ, 4 കപ്പാസിറ്റർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് 1 ബൈ C4 നമ്മൾ എടുത്തത് 4 കപ്പാസിറ്റർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെയൊക്കെ വാല്യൂ എടുത്തു നോക്കാം. C1ന്റെ വാല്യൂ നമുക്കറിയാലോ എത്രയാണ്, 1 ബൈ 4 ആണ്, പ്ലസ് 1 ബൈ 6 പ്ലസ് 1 ബൈ 5 പ്ലസ് 1 ബൈ 3 അല്ലേ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ LCM എടുത്ത് സോൾവ് ചെയ്യാം. LCM എടുത്താൽ 60 വരും അല്ലേ. മുകളിൽ ഏതാണ് 4ന്റെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് എത്ര വരും, 15 പ്ലസ് 10 ഇൻറ്റു 6 60 പ്ലസ് 5 ഇൻറ്റു 12 60 പ്ലസ് 20. ഓക്കെ, LCM എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണമായിട്ട് ചെയ്ത് പോയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 57 ഡിവൈഡ് ബൈ 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1 ബൈ സി ഈക്വലന്റ് കിട്ടി അല്ലേ, 57 ബൈ 60 കിട്ടി. ഈ 57 ബൈ 60 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചെയ്യണം അല്ലേ. 60 ബൈ സി ഈക്വലന്റ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 60 ബൈ 57 ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.05 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ചോദിച്ചേക്കുന്നത് അല്ലേ. 5 മൈക്രോഫാരഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു CV ആണ് ഇക്വേഷൻ അല്ലേ. ഈ സി എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാം നമുക്ക്, ഇതിന് Q ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സീക്വൻസ് അറിയാം എന്താണ്, 1.05 ഇൻറ്റു മൈക്രോഫാരഡ് ആണല്ലേ, അതിനെ ഫാഡ് ആക്കാം, 10⁻⁻6 ഇൻറ്റു വി എത്രയാണ് തന്നിട്ടുണ്ട്, 150 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 157.5 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കറിയാം ഇത് നമുക്ക് റൗണ്ട് ചെയ്യാം അല്ലേ. റൗണ്ട് ചെയ്തിട്ട് Q ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻⁻6 എന്ന് എടുക്കാം. സോറി 6 അല്ല 4. ഓക്കെ, കാരണം ഇവിടെ -6 അല്ലേ, 2 പൊസിഷൻ മാറ്റിയില്ലേ, അപ്പോൾ -4. ഇനി നമുക്ക് വി കണ്ടുപിടിക്കാം. വി ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം Q ബൈ സി അല്ലേ വി ആണുള്ള ഇക്വേഷൻ. 5ന് അക്രോസ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ ക്യൂ കണ്ടുപിടിച്ച് വെച്ചതാണ് എത്രയാണ്, 1.5 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ സി. ആർക്ക് അക്രോസ് ആണ്, നാലാമത്തതാണ് അല്ലേ, സോറി നാലാമത്തല്ല, 5 മൈക്രോഫാരഡ്, 5 മൈക്രോഫാരഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 5 ഇൻറ്റു 10⁻⁻6. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ എന്ത് കിട്ടുമെന്ന് അറിയാം. ഇവിടെ നമുക്ക് ഒരു 10 പവറുകൾ ക്യാൻസൽ ചെയ്ത് കളയാം, ബാക്കി ഇവിടെ 10⁻⁻2 ഉണ്ടാവും.
ബാക്കി എന്തുണ്ട് 1.5 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്കറിയാം കിട്ടുന്നത് 0.3 ഇൻറ്റു 10⁻⁻² ആണ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റൗണ്ട് ചെയ്ത് V ഈസ് ഈക്വൽ ടു 30 വോൾട്ട് എന്ന് എഴുതാം അല്ലേ. 3 ഈക്വൽ ടു എന്താണ് 30 വോൾട്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചെന്തായിരുന്നു? 5 മൈക്രോ ഫാൻ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ചോദിച്ചത്. നമുക്ക് കിട്ടി എത്രയാണ്? 30 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതി പഠിച്ച് വെക്കണം. നീറ്റ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നീറ്റിൻ്റെയും CBSE ബോർഡിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടുത്തെ ഇതെല്ലാം പഠിച്ചു വയ്ക്കാം. ഓക്കെ.